ബാബു മാ ജാഅ ഫീ ബുക്കാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയത്ത് ഭൂപ്പെട്ടു, ചില സമയത്ത് കരഞ്ഞു. ആ റസൂലുള്ളാഹിന്റെ കരച്ചിലിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ഇന്നത്തെ. ഹദ്ദസന സുഹൈദ് ഇബ്നു നസ്റിൻ قال حدثنا عبد الله بن المبارك عبد الله بن الشخير رضي الله عنه അയാളെ ബാപ്പയെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. قال ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഷഖീറിന്റെ ബാപ്പ പറഞ്ഞത്, അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു നാൾ മുത്തുനബിന്റെ ഹദ്റത്തിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞാൻ ചെന്നു. വഹുവ യുസല്ലി ബിജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുക്കാഇ. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയപ്പോൾ വഹുവ യുസല്ലി, മുത്തുനബി നിസ്കരിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ട് വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജലി മിനൽ ബുക്കാഇ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദ്റിൽ നിന്നിട്ട് അഥവാ നെഞ്ഞു നിന്നിട്ട് ഒരു കരച്ചിലിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ നെഞ്ഞു നിന്നിട്ട് ഒരു കരച്ചിലിൻ്റെ സൗണ്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞെങ്കിൽ ജോറ് ഉൾപ്പെട്ടുണ്ടല്ല, നിസ്കാരം മാത്രമേ ജോറ് ഉൾപ്പെട്ടു. സാധാരണ ഒരു തണ്ണി ചൂടാക്കുന്ന വെച്ച് പഴക്കുമ്പോൾ ഒരു സൗണ്ട് വന്നില്ല. തണ്ണി ചൂടായിട്ട് തന്നെ പഴക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അതുപോലത്തെ ചെറിയൊരു കരച്ചൽ ഹബീബായ മുത്തുനബി ആ ഷറഫാക്കപ്പെട്ട ആ ശരീരത്തിനിട്ട് കരച്ചലിൻ്റെ സൗണ്ട് പുറത്തു വന്നു. പറഞ്ഞാൽ അത്രയും ഭയഭക്തിയോടുകൂടി ഖുശൂഅോടുകൂടി ഫാത്തിഹയുടെയും അതേപോലെ സൂറത്തിനെയും അർത്ഥം ചിന്തിച്ച് അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിച്ചു. ആ നിസ്കരിക്കുമ്പോൾ ഭയഭക്തിയാലുള്ള കരച്ചൽ, അള്ളാഹുവിൻ്റെ പേടിയാലുള്ള ആ ബുക്കാ, ആ കരച്ചൽ പുറത്തു വന്നു എന്ന് ബഹുമാനപ്പെട്ടു. ഹദ്ദസന മഹ്മൂദ്, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് മുത്തുനബി പറഞ്ഞു, ഇഖ്റ അലയ്യ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരണം. ആര് പറഞ്ഞു? ഹബീബായ മുത്തുനബിന്റെ ശിഷ്യനോട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരണം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അലൈക, തങ്ങളുടെ മേലെ ഞാൻ ഖുർആൻ ഓതിത്തരണ. വ അലൈക ഉൻസില, ഖുർആൻ ഇറക്കപ്പെട്ടത് ആരുടെ മേലെയാണ്? തങ്ങളാകുന്ന ഹബീബായ മുത്തുനബിയാകും നിങ്ങളുടെ മേലെ ഖുർആൻ ഇറക്കിയത്. ആ ഖുർആൻ അല്ലാഹു ഇറക്കിയത് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരണോ നബിയേ? അല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ആ ഖുർആൻ മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഓതുന്നതും ഇഷ്ടമാണ്, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാനും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖറഅതു സൂറത്തുൻ നിസാ, ഞാൻ സൂറത്തുൻ നിസാ ഓതിക്കൊടുത്തു. അങ്ങനെ ഹത്താ ബലഗതു, അങ്ങനെ ഓതി ഞാൻ എവിടെ എത്തി? വജ്ഇനാ ബിക അലാ ഹഉലാഇ ഷഹീദാ, ആ സൂറത്ത്, ആ ആയത്തിനടുത്തേക്ക് എത്തി. ഞാൻ സൂറത്തുൻ നിസാ ഓതുകയും അതേപോലെ വജ്ഇനാ ബിക അലാ ഹഉലാഇ ഷഹീദാ എന്ന് പറയുന്ന ആയത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടു. എങ്ങനെ? ഐനൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്മിലാനി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് കണ്ണുനിട്ട് ഇങ്ങനെ വെള്ളം ധാരധാരയായി ഒലിക്കുന്നു. രണ്ട് കണ്ണുനിട്ടും
ധാരധാരയായിട്ട് ഇതാക്കുന്നു, വെള്ളം ഒലിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞത്? അതായത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ ഖിയാമത്ത് നാളിൽ ഓരോ അമ്പിയാക്കന്മാരും വരും. ആ അമ്പിയ മുർസലികളും ഉമ്മത്തികളും വരും. ആ കൂട്ടത്തിൽ വിശ്വസിച്ച ആളുകളും ഉണ്ടാകും, വിശ്വസിക്കാത്ത ആളുകളും ഉണ്ടാകും. ആ വിശ്വസിച്ച ആളുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ പറയും, ഞങ്ങളുടെ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം വന്നിട്ടുണ്ട്, ആ ഗ്രന്ഥം ഓതിത്തരാൻ നീ അയച്ച നബിമാർ വന്നിട്ടുണ്ട്, ആ നബിമാരെ കൊണ്ട് ഞങ്ങൾ എന്തായി അറിഞ്ഞു, നിന്നെ കൊണ്ട് വിശ്വസിച്ചു. അതേസമയത്ത് തെമ്മാടികൾ, ഇസ്ലാമം സ്വീകരിക്കാത്തവർ, അവർ അട്ടാസിക്കുന്നതൊന്നും പറയാനില്ല, അവർ മിണ്ടാണ്ടിരുന്ന് പോകും. അപ്പോൾ അല്ലാഹു തആല ഈ സാക്ഷികളെ കൊണ്ടുവരും. ഈ ഇന്ന നബിമാരുടെ ഉമ്മത്തികളല്ലേ നിങ്ങൾ ഇബ്രാഹിം നബിന്റെ ഉമ്മത്തികളല്ലേ, മൂസാ നബിന്റെ ഉമ്മത്തികളല്ലേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളല്ലേ? ഈ മുഹമ്മദ് നബി നിങ്ങൾക്ക് വന്നിട്ടില്ലേ? ഈ മുഹമ്മദ് നബി സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? ഈ മുഹമ്മദ് നബി നരകത്തിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? നരകത്തിന്റെ ഭയാനതകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? ഒന്നും മിണ്ടാറില്ല. ഒരു മുമ്പിൽ സാക്ഷികളാകുന്ന ഈ അമ്പിയാക്കന്മാർ ഇന്ന് ഗ്രന്ഥങ്ങളെ കൊണ്ടുവരും. അപ്പോഴാണ് ഹബീബായ മുത്തുനബി ഞങ്ങളെന്താ ഈ ആളുകളിലേക്ക് ഞങ്ങളെന്താ സാക്ഷികളായിട്ട് നബിമാരെയും ഗ്രന്ഥങ്ങളെയും കൊണ്ടുവരും. അപ്പോഴാണ് ഖാല ഹബീബായ മുത്തുനബിനെ കണ്ടു എന്ന് പറഞ്ഞു. ഐനൈ റസൂലില്ലാഹി തഹ്മിലാനി, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കണ്ണുനിട്ട് വെള്ളം ധാരധാരയായി ഒലിക്കുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹദ്ദസനാ ഖുതൈബ ഖാല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ദിവസം നബിയുടെ കാലത്ത് സൂര്യഗ്രഹണമുണ്ടായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സൂര്യഗ്രഹണമുണ്ടായി. അങ്ങനെ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങി. അല്ലേ, സാധാരണ ചന്ദ്രഗ്രഹണം ഉണ്ടായെങ്കിൽ സൂര്യഗ്രഹണം ഉണ്ടായെങ്കിൽ സൂര്യഗ്രഹണ നമസ്കാരം, ചന്ദ്രഗ്രഹണ നമസ്കാരം സുന്നത്തും. ഇപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാക്കി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുറേ നേരം അവിടെ നൃത്തത്തിൽ നിന്നു. അല്ലേ, നമസ്കാരത്തിൽ വലിയ സൂറത്തെല്ലാം ഒരു സുന്നത്ത്, നീണ്ട സൂറത്തുകൾ ഓതി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാക്കി അവിടെ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ പിന്നെ റുക്കൂഇലേക്ക് പോയി. ആ റുക്കു അങ്ങനെ വളരെ നീണ്ട റുക്കു, ഒരുപാട് ദിക്റ് പറഞ്ഞിട്ട് തസ്ബീഹ് പറഞ്ഞുകൊണ്ടുള്ള റുക്കു, തല ഉയർത്തുന്നേയില്ല എന്ന് പറഞ്ഞാൽ അത്രയും കുറേ ലേറ്റായിട്ട് കുറേ നേരം ഉണ്ടാക്കി റുക്കുവിൽ നിന്ന്. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ സുജൂദിൽ പോയി. ആ സുജൂദിൽ പോയ സമയത്തും നീണ്ട സമയം സുജൂദ് ചെയ്തു. സുജൂദിൽ തല ഉയർത്തുന്നില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട സുജൂദും നീണ്ട റുക്കൂഉം നീണ്ട നൃത്തവും നിന്നിട്ട് ആ നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ നേരം സമയമെടുത്ത് ആ നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ പിന്നീട് ഹദീസിൽ പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചത്തിൽ ശ്വാസം വിടുകയും ചെയ്തു. ശ്വാസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടുകയും ചെയ്തു. മാത്രമല്ല ഹബീബായ മുത്തുനബി കരഞ്ഞു. ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹബീബായ മുത്തുനബി കരഞ്ഞു. കരഞ്ഞിട്ട് വയഖൂലു, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹവും ആ മഹബ്ബത്തിന്റെ ഭാഗം മനസ്സിലാക്കണം. മുത്തുനബി ആ നിസ്കാരം കഴിഞ്ഞു. വയബുക്കി, മുത്തുനബി കരഞ്ഞു. വയഖൂലു,
മുത്തുനബി പറഞ്ഞു, റബ്ബി അലം തഅദിനി അല്ലാ തുഅദ്ദിബഹും വഅന ഫീഹിം. മുത്തുനബി റബ്ബിനോട് ചോദിച്ചു, എൻ്റെ റബ്ബേ, അലം തഅദിനി, നീ വഅദ ചെയ്തിട്ടില്ലേ, അല്ലാ തുഅദ്ദിബഹും വഅന ഫീഹിം, ഈ ഖൗമിൽ ഈ ആലന്മാരെ മധ്യത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് നീ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് നീ എന്നോട് വഅദ ചെയ്തിട്ടില്ലേ, നീ എന്നോട് കരാർ ചെയ്തിട്ടില്ലേ, ഞാൻ ഉള്ള സമയത്ത് നീ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. വമാ കാന അല്ലാഹു യുഅദ്ദിബഹും വഅൻത ഫീഹിം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിൽ ഇരിക്കുന്ന കാലത്ത് ഞാൻ ഒരിക്കലും വലിയ അദാബെടുത്ത് ഇവരെ ശിക്ഷിക്കുകയില്ല. ഭൂകമ്പം കൊണ്ടുവന്നിട്ട് അതല്ലെങ്കിൽ കോലം മറിച്ചിട്ട് പഴയ കാലത്ത് അമ്പിയാക്കന്മാർ ആ സമൂഹത്തെ ഹലാക്കാക്കിയതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന കാലത്ത് ആ സമുദായത്തെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് നീ വഅദ ചെയ്തിട്ടില്ലേ അല്ലാഹ്. പിന്നീട് പറഞ്ഞത് അലം റബ്ബി അലം തഅദിനി അല്ലാ തുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. എന്നോട് നീ വഅദ ചെയ്തിട്ടില്ലേ ഈ ഉമ്മത്തികൾ, ഈ സമൂഹം അസ്തഗ്ഫിറുല്ലാഹൽ അദീം, എന്ത് തെറ്റ് ചെയ്താലും തൗബ ചെയ്ത് മടങ്ങിയാൽ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ അവരെ നീ ശിക്ഷിക്കുകയില്ല എന്ന് നീ എന്നോട് വഅദ ചെയ്തിട്ടില്ലേ. ഖുർആൻ അതും പറയുന്നുണ്ട്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. മുത്തുനബിയേ, എൻ്റെ ഉമ്മത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഏതെങ്കിലും ഒരു സന്ദർഭം തെറ്റ് ചെയ്തു പോയിട്ട് അവർ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് ചോദിക്കുന്നു മുത്തുനബി. അതാ മുത്ത് ചോദിക്കുന്നു, അലം റബ്ബി അലം തഅദിനി അല്ലാ തുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ വനഹ്നു നസ്തഗ്ഫിറുക. വിട്ടുപൊറുക്കലിനെ ഈ ഉമ്മത്തികൾ ചോദിക്കുന്ന സമയത്ത് അവരെ നീ ശിക്ഷിക്കുകയില്ല എന്ന് എന്നോട് വഅദ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് വനഹ്നു നസ്തഗ്ഫിറുക, നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു, നിന്നോട് ഞങ്ങൾ വിട്ടുപൊറുക്കലിനെ ചോദിക്കുന്നല്ല. ഞങ്ങളെ വായിക്കുന്ന എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാകാം, ഞങ്ങളുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും അയ്ബുകൾ വന്നിട്ടുണ്ടാകാം, അതുകൊണ്ട് അല്ലാഹ് നീ ശിക്ഷിക്കരുത്, കാരണം നീ ഞങ്ങളോട് വഅദ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്താക്കണം, മാഫ് നൽകണം. എന്നിട്ട് ഫലമ്മാ സ്വല്ലാ റകഅത്തൈനി, മുത്തുനബി 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇൻജലത്തി ശംസു, സൂര്യഗ്രഹണം എന്തായി, തീർന്നു, സൂര്യഗ്രഹണം എന്തായി പോയി. അങ്ങനെ ഫഖാമ, മുത്തുനബി നിന്നു, ഫഹമിദല്ലാഹ തആല വഅത്ന അലൈഹി, മുത്തുനബി അല്ലാഹുവിനെ സ്തുതിച്ചു, അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞു. ثم قال, മുത്തുനബി പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാന മിൻ ആയാത്തില്ലാഹ്. ഈ ഗ്രഹണവും ഈ സൂര്യനും ഈ ചന്ദ്രനും ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാത്തി. ഇവിടെ ഒരാൾ ജീവിച്ചെങ്കിൽ, ഇവിടെ ഒരാൾ മരണപ്പെട്ടെങ്കിൽ ഈ ഗ്രഹണം ഉണ്ടാവുകയില്ല, സംഭവിക്കുകയില്ല. ഒരാൾ മരണപ്പെട്ടതിന് വേണ്ടി ഗ്രഹണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ ഇവിടെ ജീവിച്ചതിന് വേണ്ടി ഗ്രഹണം സംഭവിക്കുകയോ ഒരിക്കലും ഉണ്ടാവുകയില്ല. സൂര്യഗ്രഹണമാ ചന്ദ്രഗ്രഹണം ഉണ്ടായെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക്, ദിക്റിലേക്ക്, ദുആയിലേക്ക് റെഡിയായും. എന്തിനാണ് മുത്തങ്ങനെ പറയാനുള്ള കാരണം? ഒരാൾ മരിച്ചതിന് വേണ്ടി ഗ്രഹണം സംഭവിക്കൂല, ഒരാൾ ജീവിച്ചതിന് വേണ്ടി, ഒരാൾ ഹയാത്തായതിന് വേണ്ടി, ഒരാൾ ജന്മം ഉണ്ടായതിന് വേണ്ടി ഇവിടെ ഗ്രഹണം സംഭവിക്കൂല. എന്തിനാണ് പറഞ്ഞത്? അത് ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോൻ, അല്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ അവിടുന്ന് വഫാത്തായപ്പോൾ പലരും പറഞ്ഞു എന്തെന്ന് പറഞ്ഞു, അതാ മോന് മരിച്ച കാരണം കൊണ്ട് ഇവിടെ എന്തായി, ചന്ദ്രഗ്രഹണം ഉണ്ടായി. മകൻ മരിച്ച കാരണം കൊണ്ട് ഇവിടെ എന്തായി, ചന്ദ്രഗ്രഹണം. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോനാകുന്ന ഇബ്രാഹിം എന്ന കിടാവ്, മദീനത്താണ് ഇബ്രാഹിം എന്ന കിടാവിൻ്റെ മഖ്ബറ ഉള്ളത്, ജന്നത്തുൽ ബഖീലാണ്. ആ മാരിയത്തുൽ ഖബ്തിയ എന്ന അടിമസ്ഥയിലുണ്ടായ കിടാവാണ് അത്. ഇബ്രാഹിം എന്നാണ് കിടാവിൻ്റെ പേര്. ആ കിടാവിൻ്റെ ഖബറുള്ളത് ജന്നത്തുൽ ബഖീൽ, മദീനത്താണ്. ആ മകൻ മരിച്ചപ്പോൾ
അന്ന് സൂര്യഗ്രഹണം സംഭവിച്ചു. അപ്പോൾ പലരും പറഞ്ഞു, ഇന്ന് സൂര്യഗ്രഹണം ഉണ്ടായത് റസൂലുള്ളാഹിന്റെ മകനാകുന്ന ഇബ്രാഹിം എന്ന കിടാവ് മരിച്ച കാരണത്തിന് വേണ്ടിയിട്ടാണ്, മരിച്ചത് കൊണ്ടിട്ടാണ് ഇവിടെ സൂര്യഗ്രഹണം ഉണ്ടായതെന്ന് പലരും പറയാൻ തുടങ്ങി. ആ ഒരു സംഭവം പറയാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെയും ജനനമോ മരണമോ കാരണമായി സൂര്യഗ്രഹണം ഉണ്ടാവുകയില്ല. അത് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് മരിച്ചതിന് വേണ്ടിയിട്ടോ ജന്മം ഉണ്ടായത് കൊണ്ടിട്ടോ ഗ്രഹണം ഉണ്ടായതല്ല. ഹദ്ദസനാ മഹ്മൂദ് ഇബ്നു ഗൈലാൻ ഖാല ഹദ്ദസനാ അബൂ അഹ്മദ്